ഉള്ളത്. എന്നാലും ഈ പ്രതിഷേധ സമരത്തിൽ നിരവധി ആൾക്കാരുള്ള വളരെ പെട്ടെന്ന് തന്നെ എത്തുകയുണ്ടായി. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വെസ്റ്റ് കമ്മിറ്റിയുടെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻ ലാൽ അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിരുന്ന നമ്മുടെ കോട്ടയത്തിന്റെ ധീരനായ നേതാവ് 1982 മുതൽ വിദ്യാർത്ഥി പരിഷത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നുവന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ മോഡി സർക്കാരിൽ അംഗമായിരുന്ന ശ്രീമാൻ ജോർജ് കുര്യൻ അവർ ഈ യോഗം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വക്താവും സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന കേരളത്തിലെ തന്നെ തലമുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അവർ നമ്മളോട് ഈ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും വളരെ ബഹുമാനസ്പദ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മുടെ മുൻ എംഎൽഎയും ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടിൽ നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായി നമ്മളോടൊപ്പം വന്ന നമ്മുടെ വൈക്കത്തിന്റെ മുൻ എംഎൽഎ ശ്രീ അജിത് തിയാടനുണ്ട്. അദ്ദേഹത്തെ വളരെ ബഹുമാനപുരസ്സരം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മേഖലയുടെ വൈസ് പ്രസിഡന്റ് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ കൌൺസിലറുമായ ശ്രീ ടി എൻ ഹരികുമാർ അവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായ എൻ കെ ശശികുമാർ അവർ ലാൽകൃഷ്ണ എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലയുടെ ഭാരവാഹികൾ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വിഷ്ണു മഞ്ജുവല ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി എല്ലാവരുടെയും പേരെടുത്ത് ഇവിടെ സ്വാഗതം പറയുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുത്ത പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവർ, നമ്മളോടൊപ്പം ഈ റാലിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ കെ നാരായണൻ നമ്പൂതിരി അവർ, വൈക്കത്തിന്റെ മുൻ എംഎൽഎയും പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള ശ്രീ കെ അജിത്, മേഖലയുടെ ഉപാധ്യക്ഷൻ ശ്രീ ടി എൻ ഹരികുമാർ, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ എൻ കെ ശശികുമാർ, ശ്രീ ലാൽകൃഷ്ണ, ശ്രീ എസ് രതീഷ്, ജില്ലയുടെ ഉപാധ്യക്ഷൻ ശ്രീ അജി എസ് തെക്കേൽ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗുപ്തൻ, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു മഞ്ജുമല, ഈ റാലിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളുടെ മണ്ഡലം പ്രസിഡന്റുമാർ, മറ്റു മോർച്ചകളുടെ ഭാരവാഹികൾ, ഞങ്ങളെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ബിജെപി കോട്ടയം വെസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ കോട്ടയം നഗരത്തിൽ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഹുജന റാലിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. രണ്ടായിരത്തി 14 മുതൽ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന
ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കഴിഞ്ഞ 12 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് വികസനത്തിന്റെ മാതൃകകള് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ജനക്ഷേമ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായി. ഇന്ന് നമ്മളിവിടെ ഈ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം ഈ 12 വർഷക്കാലമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകള് പല സമയത്തും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ജനകീയ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരിശ്രമങ്ങൾ അവര് പിന്നാമ്പുറങ്ങളിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പല സമയത്തും നമ്മൾ കണ്ടതാണ്. അവർക്ക് ഈ ഗവൺമെന്റിനെതിരെ ഈ 12 വർഷക്കാലമായി ഒരു അഴിമതിയുടെ കഥ പോലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഈ രാജ്യത്ത് NDA ഭരണം അഴിമതിയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ ഏകദേശം 22ഓളം സംസ്ഥാനങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ വളരെ നല്ല രീതിയിലുള്ള ഭരണം ഹലോ അങ്ങനെ രാജ്യത്തും ഏകദേശം 22ഓളം സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാവശ്യവുമില്ലാത്ത കാരണം ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയ് മാസം 3-ാം തീയതി നടന്ന എക്സാം 7-ാം തീയതി ഈ ചോദ്യപേപ്പറുകൾ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ച ഉടനെ തന്നെ അതിന്റെ പ്രാഥമിക അന്വേഷണത്തിന് NDA നേതൃത്വം കൊടുത്തു. 8-ാം തീയതി ഇത് സ്ഥിരീകരിച്ച് ഇതില് ചോർച്ച ഉണ്ടോ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പരീക്ഷ തന്നെ റദ്ദാക്കുകയും അതിന്റെ അന്വേഷണം CBIക്ക് കൈമാറുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ആരാധ്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇത്തരമൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട്, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകള് ഞങ്ങളുടെ ഉത്തരവാദിത്തം അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ പരീക്ഷ വീണ്ടും നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നും അത് മാത്രമല്ല അടുത്ത വർഷം മുതൽ ഈ എക്സാം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യുമെന്നുള്ള ഉറപ്പ് ഈ രാജ്യത്തിന് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. ഈ
എക്സാമിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ 48ഓളം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരത്തിന് കുറ്റക്കാർക്ക് സത്വരമായ നടപടി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അതിവേഗ കോടതി പ്രഖ്യാപിച്ചുകൊണ്ട് 3 മാസത്തിനുള്ളിൽ ഇതിന്റെ കൃത്യമായ നടപടികൾ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പ് ഈ രാജ്യത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും കൊടുത്തു. വീണ്ടും പരീക്ഷ നടത്തി 56% വിദ്യാർത്ഥികൾ അതിൽ പാസ്സായിക്കൊണ്ട് അവരവരുടെ അഡ്മിഷന്റെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊറാട്ട് നാടകം ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള സമയങ്ങളിൽ നിരവധി തവണയാണ് ഇവിടുത്തെ ബോർഡ് എക്സാമുകളുടെ ചോദ്യപേപ്പറുകൾ ലീക്ക് ചെയ്തത്. കോൺഗ്രസ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന രാജസ്ഥാനിലും ഹരിയാനയിലും കർണാടകയിലും എന്തിന് കേരളത്തിൽ ഉൾപ്പെടെ ചോദ്യപേപ്പറുകൾ ചോർന്നപ്പോൾ അതിനെതിരെ നടപടിയെടുക്കുവാൻ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഭരിച്ചിരുന്ന സമയത്ത് തുടരെ ഇത്തരത്തിലുള്ള അഴിമതിയുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നുണ്ടല്ലോ. വി.ഡി. സതീശൻ സമരത്തിന് പോയപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വി.ഡി. സതീശനാണ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയി ഈ സമര ആഭാസം രാഹുൽ ഗാന്ധിക്കൊപ്പം നടത്തുന്നത് എന്ന് കേരളത്തിന്റെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തിനു വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഈ കേരളത്തിൽ ഇത്രയും കാലം ഈ ഭരണം നടത്തിയ ഇടത് വലത് മുന്നണികൾ അവർ മാറി പഠിച്ചിട്ടും ഇന്ന് തൊഴിലില്ലായ്മ ഏറ്റവും വലിയ ഒരു വർഷമായിട്ട് ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ ആ യുവാക്കളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് നടപടികളാണ് ഇവരെടുത്തിരിക്കുന്നത്? PSC ചോദ്യപേപ്പറിന്റെ ചോർച്ചയുണ്ടായ സമയത്ത് എന്ത് നടപടികളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്നത്? ഒരു നടപടി പോലും എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇവിടെ ആശാവർക്കർമാരുടെ സമരം നടന്നു. അങ്ങനെ ജനകീയമായ പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ സമരങ്ങൾ നടന്നപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയോ CPM-ന്റെ നേതാക്കന്മാരെയോ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനോ അല്ലെങ്കിൽ ആ സമരം നടത്തുന്നവർക്ക് ന്യായമായ അവകാശങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് അവരാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഈ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കാത്തവരാണ് ഡൽഹിയിൽ പോയി ഈ സമര ആവാസം നടത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഗൂഢാലോചനകൾ നടന്നത് എവിടെയാ? കേരളത്തിന്റെ DGP ഉൾപ്പെടെ കേരളത്തിന്റെ മന്ത്രിമാരുൾപ്പെടെ കേരള ഹൌസിൽ ഇരിക്കുന്ന സമയത്താണ് കേരള ഹൌസില് ഈ CJP സമരത്തിന് വേണ്ടിയിട്ട് SFIയുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഈ സമരം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ വിദേശ ശക്തികളുടെ പണം വാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തിയത് എന്നുള്ളത് നമ്മൾ മലയാളികൾ തിരിച്ചറിയണം. ഈ കേരളത്തിനെ ആകെ ലജ്ജിപ്പിക്കുന്ന ഒരു നടപടിയാണ് അന്ന് കേരള ഹൌസിൽ നടന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2014 മുതൽ ഇങ്ങോട്ട് പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത്തരം സമര ആഭാസങ്ങൾ നടത്തിക്കൊണ്ട് പാർലമെന്റ് സമ്മേളനങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് സമ്മേളനം കൂടിക്കൊണ്ട് ബില്ലുകൾ പാസാക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളെ അത് നേർവഴിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള ബില്ലുകൾ അവർക്ക് ഗുണകരമാകുമെന്നുള്ള ആ തിരിച്ചറിവ് കോൺഗ്രസിനുള്ളത് കൊണ്ട് സഭ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാലവും ഈ സഭ കൂടുന്നതിന് തൊട്ടു മുമ്പായി ഇത്തരം സമര ആഭാസങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധിയെ തെരുവോരങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. വിദേശ ശക്തികളിൽ നിന്ന് പണം വാങ്ങുന്ന ഈ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും ആവശ്യമെന്നുള്ളത് ഞാൻ ഉറക്കെ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്ത് ഇന്ന് ഭരണം നടത്തുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ യുവാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 12 വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം 350ഓളം പദ്ധതികൾ പ്രഖ്യാപിച്ചതിൽ 200-ലധികം പദ്ധതികൾ ഈ രാജ്യത്തെ യുവാക്കളെ
സ്പർശിക്കുന്ന പദ്ധതികളായിരുന്നു. ഈ രാജ്യത്തിന്റെ യുവാക്കൾക്ക് ഈ രാജ്യത്ത് നിൽക്കുവാൻ, ഈ രാജ്യത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ, സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങുവാൻ, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുവാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം നൽകുന്ന ഒരു ഗവൺമെന്റാണ് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്നിരിക്കെ ഈ രാജ്യത്തെ മുഴുവൻ യുവാക്കളും ഈ ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ കോട്ടയത്തിന്റെ മണ്ണിൽ, അക്ഷരനഗരിയുടെ മണ്ണിൽ ഇന്ന് നമ്മളിവിടെ ഈ ഐക്യദാർഢ്യ റാലി നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ റാലിയിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഐക്യദാർഢ്യ റാലിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ കഴിഞ്ഞ ഈ മോദി മന്ത്രിസഭയിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച, ഈ രാജ്യത്തിന്റെ സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ച ശ്രീമാൻ ജോർജ് കുര്യനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇത് ലൈവ് കൊടുക്കണേ. BJP മാർക്ക് എടുത്തു കേട്ടോ. ഇൻഡസ്ട്രി കൊടുക്കണേ. ശരി, ഓക്കെ. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ലിജിൻലാൽ, ബഹുമാന്യനായ എൻ.കെ. നാരായണൻ നമ്പൂതിരി, ശ്രീ കെ. അജിത്ത്, വിഷ്ണു പഞ്ചിമല, ശ്രീ കെ. ഗുപ്തൻ, ശ്രീ സജി എസ് തെക്കേൽ, ശ്രീ TN ഹരികുമാർ, ശ്രീ ലാൽകൃഷ്ണ, ശ്രീ N.K. ശശികുമാർ, ശ്രീ S. രതീഷ്, ശ്രീമതി ലേഖ അശോകൻ, രഞ്ജിനി, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ജനാധിപത്യത്തെ ബഹുമാനിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്തു. അത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം ജനാധിപത്യപരമായിട്ട് തിരിച്ചടിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ആർക്കെതിരെയാണ് തിരിച്ചടിക്കുക? കുട്ടികളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. കുട്ടികളുടെ കൂടെയാണ് നരേന്ദ്രമോദി. പാറ്റയും അതുപോലെ തന്നെ മറ്റുള്ളതുമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പാറ്റകൾ പോലും കൂറകൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട്, കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും. അവർക്കെതിരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് കോൺഗ്രസിനെ കെട്ടുകെട്ടിച്ചിട്ട് നരേന്ദ്രമോദി അടങ്ങുകൊണ്ടുള്ള കാര്യത്തെ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസുകാർ കുറിച്ചുവെച്ചു, അതിന്റെ കൂടെ കൂടിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കുറിച്ചുവെച്ചു. എന്താ പറയുന്നത്? കോൺഗ്രസുകാർ പറഞ്ഞത് കേട്ടില്ലേ? അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്നു. ആരുടെ വകയായി അടിയന്തരാവസ്ഥ? നിങ്ങളുടെ സംഭാവനയല്ലേ? ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുവാനുള്ള നിങ്ങളുടെ സംഭാവനയല്ലേ അടിയന്തരാവസ്ഥ? എന്തായിരുന്നു അവസ്ഥയെന്ന്? ഒറ്റ നേതാവ് വെളിയിലില്ലായിരുന്നു. എല്ലാ നേതാക്കന്മാരും ജയിലിലായിരുന്നു. കോടതിക്ക് അവകാശമില്ലായിരുന്നു, അധികാരമില്ലായിരുന്നു. നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തില് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും നാക്കെടുത്താൽ നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഉറക്കമുണരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തില് ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരക്ഷരം പറഞ്ഞാൽ അവൻ ജയിലിൽ പോകുമായിരുന്നു. കോൺഗ്രസുകാരനാണ് അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഈ CPM-കാരുടെ കാര്യം വലിയ കഷ്ടമാണ്. കണ്ടില്ലേ, ആ 56 വയസ്സുള്ള യുവാവ് ബാലബുദ്ധിയാണ്. ആ ബാലബുദ്ധി വിളിച്ചപ്പോഴ് അവര് പോകുന്ന കണ്ടില്ലേ? ആ CPM-കാരൊക്കെ പോകുകയാണ്, ബാലബുദ്ധിയുടെ പുറകെ പോകുകയാണ്.
എങ്ങോട്ടാ പോകുന്നത്? അവര് പോകുന്നത് പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുന്നിലേക്ക്. പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുന്നിൽ പോയാൽ എന്താ കുഴപ്പം? അങ്ങനെ പോകാറില്ലേ? പോയിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് വെടിവെക്കുമായിരുന്നു. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ പോയിട്ടില്ല. 2 പ്രാവശ്യം ഇതിനു മുമ്പ് 2012 നിർഭയ കേസില് അന്ന് ജനങ്ങള് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും. പ്രഖ്യാപിച്ചിട്ടാണ്. എവിടെ നിന്നാ മാർച്ച് തുടങ്ങിയത്? ജന്തർ മന്ദിറിൽ നിന്ന്. കിലോമീറ്ററുകൾ അകലെ. അങ്ങനെയാണ് ഡൽഹിയില് പാർലമെന്റ് മാർച്ച് ജന്തർ മന്ദിറിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ്. അവരവിടുന്ന് തുടങ്ങുന്നു, അവിടെ തടയുന്നു, പോലീസ് അവിടെ തടയുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം 2013 സിഖ് കലാപത്തില് പങ്കെടുത്ത കോൺഗ്രസുകാരെ വെറുതെ വിട്ടതിന്റെ പേരില് സിഖ് സംഘടനകൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തി. അതും ജന്തർ മന്ദിറിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ട് പോലീസ് അവരെ തടഞ്ഞു. ഇതങ്ങനെയാണോ? ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാലബുദ്ധി 56 വയസ്സുകാരൻ ഇങ്ങോട്ട് പോവുക ചെയ്തത്. നേരെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ പോയിരിക്കുന്നു. അവിടെ പോയിട്ട് വന്നിട്ട് ആഹ്വാനം ചെയ്യുന്നു, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു കുഞ്ഞും വന്നില്ല. 3 മണിക്കൂർ അവിടെ ഇരുന്നു. 3 മണിക്കൂർ സമയം കൊടുത്തു പോലീസ്. ഒരു കുട്ടിയും വന്നില്ല. ഡൽഹിയിലെ കോൺഗ്രസുകാരും പോലും വന്നില്ല. അവസാനം കണ്ടില്ലേ? എന്നെ കൊല്ലോ, മുച്ചേ മാരോ, മുച്ചേ മാരോ എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കൂവി കൊണ്ടുപോകുന്ന ഒരു ഭ്രാന്തനെ പോലെ ഒരാളെ നിങ്ങൾ കണ്ടില്ലേ? ടിവിയിൽ കണ്ടില്ലേ? അയാളാണോ ഈ ഇന്ത്യ നയിക്കാൻ വേണ്ടി വരുന്നത്? ഇവിടുത്തെ ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ജൻസി, അയാളെ അടിച്ചോടിക്കും. അവര് വെച്ചോണ്ടിരിക്കില്ല. ഇനി ആരാണ് ഈ ചെറുപ്പക്കാരുടെ കൂടെ നിന്നത്? മെയ് മാസം 3-ാം തീയതിയായിരുന്നു നീറ്റ് പരീക്ഷ. മെയ് മാസം 5-ാം തീയതി മനസ്സിലായി ചില ക്രിമിനൽസ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും പോലും, തലവെട്ടുന്ന കൈവെട്ടുന്ന രാജ്യങ്ങളിൽ പോലും ക്രിമിനലുകളുണ്ട്. നമ്മുടെ രാജ്യത്തുമുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത ആരാണ്? നോർത്ത് ഇന്ത്യയിലെ കോച്ചിങ് സെന്ററുകൾ. 1000 കോടി രൂപയാണ് അവർക്ക് വരുന്നത്. അവർക്കൊരു 100 കോടിയെന്നോ 1000 കോടിയെന്നോ പറഞ്ഞാല് ഒരു പ്രശ്നമല്ല. അവര് ഇതിന്റെ പേരിൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനുകൾ, വരുന്ന ക്വസ്റ്റ്യനുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെലഗ്രാമില് അത് പ്രസിദ്ധീകരിച്ചു. അതിന്റെ അകത്ത് കുഴപ്പമുണ്ട് എന്ന് ചില പ്രൊഫസർമാരുണ്ട് എന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മെയ് മാസം 12-ാം തീയതി തന്നെ നീറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു. മാത്രമല്ല, ഇവരെയെല്ലാം പിടിച്ച് ജയിലിലിട്ടു. എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടു. കമ്മിറ്റി വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷന് വേണ്ടി കാത്തിരുന്നു. അതോടൊപ്പം തന്നെ നിയമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ മാത്രമേ ആ നിയമം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. കോച്ചിങ് സെന്ററുകൾക്ക് കടിഞ്ഞാണിടണം. നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യയില് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ പോകണ്ട. കോച്ചിങ് സെന്ററിലേക്കാണ് പോകുന്നത്. ആ പരിപാടി അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ അതിന്റേതായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണം. അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. ഈ കോക്രോച്ച് എന്ന് പറയുന്ന പാറ്റ എന്നുള്ള പദം ഈ മെയ് മാസം 12-ാം തീയതി ഒന്നും ഇല്ല, എവിടെയെങ്ങുമില്ല. മെയ് മാസം 15-ാം തീയതിയാണ് ചീഫ് ജസ്റ്റിസ് CJI, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, യുവാക്കളായിട്ടുള്ള അഭിഭാഷകര് കൃത്രിമം കാണിക്കുന്നു എന്നതിന്റെ പേരില് അവരെ അദ്ദേഹം ശാസിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ഈ കോക്രോച്ച് എന്നുള്ള പദം വരുന്നത്. മെയ് മാസം
15-ാം തീയതി 16-ാം തീയതിയാണ് ഈ കോക്രോച്ചിന്റെ നേതാവ് അയാൾ അമേരിക്കയിലിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപനം നടത്തുന്നു. മെയ് മാസം 20-ാം തീയതി അതിന്റെ സമരപരിപാടികൾ നടക്കുന്നു. ഈ കോക്രോച്ചിന്റെ നേതാവ് ഇന്ത്യയിലെത്തുന്നത് ജൂൺ മാസം 6-ാം തീയതിയാണ്. ജൂൺ മാസം 6-ാം തീയതിയാണ്. അതിനു മുമ്പ് നരേന്ദ്രമോദി എല്ലാ നടപടികളും സ്വീകരിച്ചു. ജൂൺ മാസം 21-ാം തീയതി ടെസ്റ്റ് നടത്തി. ജൂലൈ മാസം 16-ാം തീയതി അതിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു. ഒരു പരാതിയില്ല. ഈ അവസരത്തിൽ എപ്പോഴെങ്കിലും ഇവര് പ്രതികരിച്ചിട്ടുണ്ട്? രാഹുൽ ഗാന്ധി ഭാരതത്തിലില്ലായിരുന്നു, സമ്മതിക്കാം. അദ്ദേഹം അജ്ഞാതവാസത്തിന് പോവുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇവര് പ്രതികരിച്ചിട്ടുണ്ടോ? ഈ ചെറുപ്പക്കാരുടെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? ആരാ അന്വേഷിച്ചത്? നരേന്ദ്രമോദിയാണ് അന്വേഷിച്ചത്. ഇപ്പോഴ് എന്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത്? നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അതിന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടാം എന്ന് വിശ്വസിക്കുന്ന സെലിബ്രിറ്റികൾ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ ഇന്ത്യയിൽ മാർഗമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ വിമർശിക്കുക. റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ, അതിൽ അഭിനയിക്കുന്നയാള് നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അത് റിലീസ് ചെയ്യുമ്പോൾ വിസ്മയം ഉണ്ടാകും എന്നവർ വിശ്വസിക്കുന്നു. എല്ലാവരും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞുകൊണ്ട് മുതലെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് ഇന്ത്യയിലെങ്ങുമില്ല. കേരളത്തിലുണ്ടോ? ബംഗാളിലുണ്ടോ? ത്രിപുരയിലുണ്ടോ? ആ കമ്മ്യൂണിസ്റ്റുകാരൻ നിലനിൽപ്പിന് വേണ്ടി ബാലബുദ്ധിയായിട്ടുള്ള 56 വയസ്സുകാരന്റെ പുറകെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാലബുദ്ധിയാണ്. അയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അയാളുടെ പുറകെ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സ്വന്തമായിട്ട് സമരം ചെയ്യുവാനുള്ള ചങ്കൂറ്റമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ ഈ സാധനം ബംഗാളിലെ പോലെയും ത്രിപുരയിലെ പോലെയും കേരളത്തിലും ഇല്ലാതാകും. യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇല്ലാതാകും. നരേന്ദ്രമോദി ശക്തനായിട്ട് തിരിച്ചു വരും. കർഷക സമരത്തിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? കർഷകരിളകി, നരേന്ദ്രമോദി തകരുന്നു. നരേന്ദ്രമോദി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, ജനകീയ വികാരം മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ നിയമം പിൻവലിച്ചു. ഇലക്ഷന് പോയില്ലേ? യുപിയില് എത്ര സീറ്റ് കിട്ടി? യുപിയിൽ എത്ര സീറ്റ് കിട്ടി? ആ അസംബ്ലി ഇലക്ഷനില് ഹരിയാനയിൽ എത്ര സീറ്റ് കിട്ടി? അതുകൊണ്ട് നരേന്ദ്രമോദി ശക്തനായിട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. കോൺഗ്രസുകാര് ജനാധിപത്യം തകർക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അരാജകത്വത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള രാജ്യം അത് ഭാരതമാണ്. അത് തകർക്കണം. ചിലർക്ക് തകർക്കണം. ഈ പാർട്ടിക്കാരെല്ലാം കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. 20-ാം തീയതി എന്താണ് സംഭവിച്ചതെന്നറിയാവോ? ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എല്ലാ വിരുദ്ധ ശക്തികളും നരേന്ദ്രമോദിയെ എതിർക്കുന്നവരും ഡൽഹിയിലെത്തി. പോലീസുകാരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ചെയ്തത് ഈ പെപ്പർ സ്പ്രേ അവരുടെ മുഖത്തേക്ക് അടിച്ചു. മാത്രമല്ല അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, അവരെ ആക്രമിച്ചു. അത് ഈ കുട്ടികളാണെന്നല്ല പറയുന്നത്, ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ തീവ്രവാദി സംഘടനകള്, അതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, രാജ്യവിരുദ്ധരുണ്ട്. അവർക്കെല്ലാം നിർദ്ദേശം കിട്ടിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് നിർദ്ദേശം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്
നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കേണ്ടത് ഈ രാജ്യത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യപരമായിട്ടുള്ള നടപടി നരേന്ദ്രമോദി സ്വീകരിച്ചുവെങ്കിൽ ജനാധിപത്യപരമായിട്ട് തിരിച്ചടിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയെ അഭ്യർത്ഥിച്ചുകൊണ്ട്, നരേന്ദ്രമോദിയുടെ സർക്കാരിന് നിങ്ങളുടെ പിന്തുണയെ അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ചെറുപ്പക്കാരുടെ നന്മയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഐക്യദാർഢ്യ റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് അഡ്വക്കേറ്റ് NK നാരായണൻ നമ്പൂതിരി നമ്മളോട് സംസാരിക്കും. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ലിജിൻ, ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അജിത്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ദീർഘകാലം ഈ രാജ്യത്തിന്റെ അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയായിരിക്കുന്ന, ദീർഘകാലം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ പ്രധാനമന്ത്രിയായി രാജ്യം ഭരിക്കുന്ന ശ്രീമാൻ നരേന്ദ്ര ദാമോദർദാസ് മോഡി ഈ 25 വർഷക്കാലത്തെ ഭരണ കാലഘട്ടത്തിൽ ഒരു അഴിമതി ആരോപണം പോലും കേൾക്കാത്തയാൾ, കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും സമഗ്രമായ പുരോഗതിയിലേക്ക് രാജ്യത്തെ കൈപിടിച്ചു കൊണ്ടുവന്നയാൾ, നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, ചെറുപ്പക്കാരന്റെ മോഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, ചെറുപ്പക്കാരൻ ഈ രാജ്യം വിടാതെ നമ്മുടെ നാട്ടിൽ നിന്ന് പണിയെടുത്ത് ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ 2014 ഒരു ചായ വിൽപ്പനക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ അന്നു മുതൽ തുടങ്ങിയതാണ് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണം എന്റെ ജന്മാവകാശമാണെന്ന് കരുതുന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ, പ്രതികരണങ്ങൾ, പ്രതിരോധങ്ങൾ, നരേന്ദ്രമോദിയെ തടയിറക്കാൻ, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ, കേന്ദ്രഭരണം എങ്ങനെയും പിടിക്കാൻ കോൺഗ്രസിന്റെ പരിശ്രമം. ആ കോൺഗ്രസിന്റെ പരിശ്രമത്തിന് എതിരെയാണ് ഈ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ഏറെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ ജനതയ്ക്കറിയാം. 947 ശേഷം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടുകൾ എന്താണ്? 947 ഈ രാജ്യത്ത് അധികാരമേറ്റെടുത്ത ശ്രീമൻ ജവഹർലാൽ നെഹ്റു തൊട്ട് ശ്രീമൻ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ദേശീയതക്കെതിരെ, ദേശീയ ബിംബങ്ങൾക്കെതിരെ, ദേശീയ സങ്കല്പങ്ങൾക്കെതിരെ നിരന്തരമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി അതല്ലേ കോൺഗ്രസ്. ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യ വെട്ടുമുറിക്കാൻ കൂട്ടുനിന്നവർ, ഇന്ത്യയെ രണ്ടാക്കി മാറ്റാൻ കൂട്ടുനിന്നവർ, ഇന്ത്യയുടെ സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞവർ, ഇന്ത്യയുടെ വികസനത്തെ തകർത്തവർ, നമ്മുടെ രാജ്യത്ത് ശ്രീമാൻ ജോർജ് കുര്യൻ സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവർ, ആ പാർട്ടി എന്നും അന്നും ഇന്നും നാളെയും നമ്മുടെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കെതിരാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല, ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കിവച്ചിരുന്ന കേന്ദ്ര ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്ന തുക എത്രയായിരുന്നു? കേവലം 34,000 കോടി രൂപ. ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ബജറ്റിന്റെ 2% വരുന്ന തുക വിദ്യാഭ്യാസ പരിഷ്കാരത്തിനായി മാറ്റിവെച്ചത്. ആർക്ക് വേണ്ടിയാ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ, 100 കണക്കിന് മെഡിക്കൽ കോളേജുകൾ ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത് ആർക്ക് വേണ്ടിയാ? ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി. എഞ്ചിനീയറിംഗ് സീറ്റുകൾ, 1000കണക്കിന് സീറ്റുകൾ വർദ്ധിപ്പിച്ചത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി. ശ്രീമാൻ രാഹുൽ ഗാന്ധി താങ്കളുടെ പാർട്ടി ഈ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലകളിലും
കൊള്ള നടക്കുമ്പോൾ, അഴിമതി നടക്കുമ്പോൾ 2G സ്പെക്ട്രം വായു വെക്കുന്ന പാർട്ടി ആകാശം പ്രതിഭാസമാണെന്ന മൻമോഹൻ സിംഗ് പത്രക്കാരെ കാണുമ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞത്, ഈ ഘടകകക്ഷി സമ്പ്രദായമുള്ളപ്പോൾ ഘടകകക്ഷികൾ അഴിമതി കാണിച്ചാൽ പാർട്ടിക്ക് അത് തടയാനൊക്കില്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? രാജക്കെതിരെ 2G സ്പെക്ട്രം അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ സ്പെക്ട്രം ഇടപാടിൽ ഇന്ത്യയുടെ ഖജനാവിന് 1 ലക്ഷത്തിലേറെ കോടിയുടെ നഷ്ടമുണ്ടായെന്ന് CNAGയുടെ റിപ്പോർട്ട് വന്നപ്പോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഘടകകക്ഷി സമ്പ്രദായത്തിൽ അഴിമതി സ്വാഭാവികമാണ്. നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ടല്ലോ, അതില് സ്വരാജ് വെഞ്ഞാറമ്മൂട് പോലീസുകാരനായിട്ട് 16 അടിയന്തരം എന്ന് പറഞ്ഞത് അത് സ്വാഭാവികം എന്ന് പറയുന്ന ഒരു സീനില്ലേ? മൻമോഹൻ സിംഗ് പറഞ്ഞത് ഘടകകക്ഷി ഭരണമുള്ളപ്പോൾ അഴിമതി സ്വാഭാവികം. പ്രിയമുള്ളവരെ, കോൺഗ്രസുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ കഴിഞ്ഞ 12 വർഷം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ല. അഴിമതി വച്ചു ഉറപ്പിക്കാത്ത ഭരണം, ആ അഴിമതി വച്ചു ഉറപ്പിക്കാത്ത ഇന്ത്യയുടെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസുകാരൻ നടന്നു. ഞാൻ പറയുന്നില്ല, മറ്റേ ജന്തർ മന്ദിറിലെ സമരങ്ങളെ കുറിച്ച് പറയുന്നില്ല. എന്താ രാഹുൽ ഗാന്ധി ചെയ്തത്? ജോർജ് സൂചിപ്പിച്ചു. ഒരു പാർട്ടിക്കൊരു അന്തസ് വേണ്ടേ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഒരു അന്തസ് വേണ്ടേ? ഇത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് സമരം നടത്താൻ പോകുന്നത് മറ്റേ മക്കുവോക്ക ദ്വീപിൽ പോയി ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിന്റെ കയ്യും പിടിച്ച് ഡാൻസ് കളിച്ചില്ലേ? ആരോടും മിണ്ടാതെ ഇടയ്ക്കൊക്കെ പോകുമല്ലോ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. മത്തായ ഏതാണെങ്കിൽ നമുക്കൊരുപോലെയാ. നമ്മള് പോയി 56 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പം നിലനിർത്താൻ മത്തായിക്കോ മക്കുവോക്കോ ഒക്കെ പോകും. അതിപ്പോ പോകുന്നത് കുഴപ്പമില്ല, പക്ഷെ പറയണ്ടേ ആരാ സാറേ ആ കൊച്ച്? പറയണ്ടേ ആ കൊച്ചിന്റെ അടുത്ത് നിന്ന് സ്ത്രീ ആരാ സാറേ? ഈ കുമരകത്ത് റെസ്റ്റ് ഹൌസില്, കുമരകത്ത് റിസോർട്ട് പോലീസുകാർ കാവല്, നമ്മളെല്ലാം പോയി അന്നേരം പോലീസ് അസാൻമാർഗിക പ്രവർത്തനത്തിന് പിടിച്ചകത്തിട്ടു അല്ലേ? വന്നില്ലേ രാഹുൽ ഗാന്ധി? ഞാൻ രാഹുൽ ഗാന്ധിയുടെ അത്തരം ചരിത്രം ഒന്നും പറയുന്നില്ല. കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വിളിച്ചുകൂട്ടുന്നു എംപിമാരെയും മുഖ്യമന്ത്രിമാരെയും. ജന്മദിനം ആഘോഷിക്കാൻ വിളിച്ചുകൂട്ടിയിട്ട് ആ ജന്മദിനം ആഘോഷത്തിന്റെ മറവിൽ എംപിമാരെയും മുഖ്യമന്ത്രിമാരെയും വിളിച്ചുകൂട്ടിയിട്ട് അവരെ കൊണ്ട് സമരത്തിന് പോകുന്നു. ഒരു സമരം നേരാമണ്ണം പ്രഖ്യാപിച്ച് നടത്താൻ പോലുമുള്ള ചങ്കുറ്റമില്ലാത്തവൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ശരിയല്ലേ? ഇവിടെ പാർട്ടി പ്രസിഡന്റിന്റെ പിറന്നാളാണെന്ന് പറഞ്ഞ ആളെ വിളിച്ചുകൂട്ടുക. ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനങ്ങളെ കബളിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ 99 എംപിമാരെയും 3 മുഖ്യമന്ത്രിമാരെയും കബളിപ്പിച്ച രാഹുൽ ഗാന്ധി. എങ്ങാനും ആ പോലീസ് ഒന്ന് വെടിവെച്ചായിരുന്നെങ്കിൽ എന്റെ സതീശ ആറ്റുനോറ്റ് മോഹിച്ച് ജനങ്ങളെ ഇളക്കി മുഖ്യമന്ത്രിയായ പദം പോകത്തില്ലായിരുന്നു. പ്രധാനമന്ത്രിയുടെ വീട്ടുപിടിക്കൽ സമരം, എന്തെല്ലാമാണ് നടപടി? പാർലമെന്റ് സമീപിക്കുന്നു. BJP പറഞ്ഞു, കേന്ദ്ര സർക്കാർ പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, നമുക്ക് ചർച്ചയാവാം, പേപ്പർ ലീക്കിനെ കുറിച്ച് ചർച്ചയാവാം. ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്താ പറഞ്ഞത്? രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന്റെ കാലത്ത് 8 വർഷം 8 തവണ പേപ്പർ ലീക്ക് ഉണ്ടായപ്പോ ഈ പേപ്പർ ലീക്കും സ്വാഭാവികം. വാദ്ര പറഞ്ഞതല്ലേ? പ്രിയങ്ക ഗാന്ധി വാദ്ര പറഞ്ഞതല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ആഴ്ച കർണാടകത്തിലെ വെറ്റിനറി ഡോക്ടർമാരുടെ നിയമനത്തിന് ഒരു പോസ്റ്റിന് 80 ലക്ഷം രൂപ
കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് ആരോപണം ഉണ്ടാക്കിയത് അവിടുത്തെ ഉദ്യോഗാർത്ഥികൾ. നമ്മുടെ PSC സതീശ അവിടെ പേപ്പർ ലീക്കിനെതിരെ സമരം പോയല്ലോ. കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചല്ലോ. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ടെസ്റ്റ് പിണറായി, MA ബേബി, റഹീം ഉൾപ്പെടെ നേതൃത്വം നൽകിയ സർക്കാരുണ്ടല്ലോ. ആ സർക്കാർ ഭരിക്കുമ്പോ പോലീസ് സേനയിലേക്ക് ടെസ്റ്റ് പരീക്ഷ എഴുതാത്താൻ പാസ്സായതല്ലേ. യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് 1ാം റാങ്ക്. പുസ്തകം കൈകൊണ്ട് തുറക്കാത്തവന് 1ാം റാങ്ക് പോലീസ് ട്രെയിനിങ് പോലീസ് ടെസ്റ്റില്. ഇപ്പൊ PSCയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചല്ലോ. പേപ്പർ ലീക്കൊന്നും ഉണ്ടായിട്ടില്ല. PSC ചോദ്യപേപ്പർ ചോർന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ സഖാവേ സതീശ, ചോദ്യപേപ്പറില് ആൻസർ ഷീറ്റില് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ വാല്യൂ ചെയ്തു. 42 ചോദ്യങ്ങൾക്ക് മാർക്കിടാത്തവർ കേരളത്തിലെ ചെറുപ്പക്കാർ. ഈ സതീശനും ഈ പിണറായി എല്ലാവരെയും നമ്മൾ ഈ മയക്കും കൊണ്ടൊന്നും ഇരിക്കേണ്ടി വരികയായിരുന്നു. നമ്മൾ എവിടെ പോയാലും കളക്ടറൊക്കെ ആയാലും കേരളത്തിലെ ചെറുപ്പക്കാർ സർക്കാർ ജോലിക്ക് വേണ്ടി എഴുതിയ ടെസ്റ്റ്, ആ ടെസ്റ്റിലെ ടെസ്റ്റ് ആൻസർ ഷീറ്റ് പരിശോധിച്ചവർ 42 ചോദ്യങ്ങൾ പരിശോധിക്കാതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആ സമര റാങ്ക് ലിസ്റ്റ് വിഷ്ണു അങ്ങനെയല്ലേ? PSCയുടെ റാങ്ക് ലിസ്റ്റിലെ കൊള്ളരുതായ്മക്കെതിരെ PSC ഉദ്യോഗാർത്ഥികൾ സമരത്തിന്. എത്ര PSC റാങ്ക് ലിസ്റ്റ്? കേരളത്തിലെ സിനിമാ താരങ്ങൾ ചില വിസ്മയങ്ങളാണ്. ഞാൻ വിസ്മയ മോഹൻലാലിനെ കുറിച്ചല്ല പറഞ്ഞത്. അതൊരു പാവം. അതിന് ഈ എന്താ മറ്റേ ആടത്രയോ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, അങ്ങാഴിയത്തെ അരി എത്രയാന്ന് ചോദിച്ചാൽ പയർ അങ്ങാഴിയാണെന്ന് പറയാം. പത്താഴം വരും, അമ്മ വയ്ക്കും, ഞാൻ ഉണ്ണു. പക്ഷേ ചില താരങ്ങളുണ്ടല്ലോ സാർ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് PSCയിലെ റാങ്ക് ഹോൾഡർമാർ മണ്ണുവാരി തിന്നപ്പോൾ വാതുറക്കാത്തവർ. തിരുവനന്തപുരത്ത് PSC റാങ്ക് ലിസ്റ്റിലെ ഈ സ്പോർട്സ് കോട്ടയിലുള്ളവർ അവിടെ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്തപ്പോൾ, ശീർഷാസനം നടത്തി സമരം ചെയ്തപ്പോൾ വാതുറക്കാൻ കഴിയാത്ത കേരളത്തിലെ സിനിമാ മേഖലയിലെ സാംസ്കാരിക മേഖലയിലെ വിസ്മയങ്ങൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കെതിരെ, രാജ്യത്തിന്റെ ദേശീയ വിശ്വാസങ്ങൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നവർക്കൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത്. 14-12 വർഷത്തെ രാഹുൽ ഗാന്ധിയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഈ രാജ്യത്ത് 370-ാം വകുപ്പ് റദ്ദു ചെയ്തു. ജന്തർ മന്ദിറിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉയർത്തിയ മുദ്രാവാക്യം എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 370-ാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരും. കാശ്മീരിൽ ഇന്ത്യൻ പക്ഷികളെ പുറത്തു പോകൂ എന്നുള്ള മുദ്രാവാക്യം എഴുതപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. 12 വർഷം മുമ്പ് ഇന്ത്യയിലെ പട്ടാളക്കാർ, ഇന്ത്യയിലെ പോലീസുകാർ ഓടിച്ചിട്ട് അടിവാങ്ങുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു. കാശ്മീരിന് 370-ാം വകുപ്പ് റദ്ദു ചെയ്തതിനു ശേഷം ജമ്മു കാശ്മീരിൽ ഒരു ചെറിയ കല്ല് പോലും എറിയപ്പെട്ടിട്ടില്ല സുരക്ഷാ സേനയുടെ നേരെ. 370-ാം വകുപ്പ് റദ്ദു ചെയ്തപ്പോൾ ആ റദ്ദു ചെയ്തതിനെതിരെ സമരം, അത് റദ്ദു ചെയ്തത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം. രാമജന്മഭൂമി ക്ഷേത്രമുണ്ടായപ്പോൾ ആ ക്ഷേത്ര നിർമ്മാണത്തിനെതിരെ നിലപാട്. എല്ലാ ദേശീയ വിഷയങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന സമീപനമുള്ളൂ. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി എവിടെയാ പോയി? മറ്റേ കടലില് മുങ്ങാൻകുഴി ഇട്ടത് മീനുണ്ടോ എന്ന് നോക്കാൻ പോയല്ലോ. ആലപ്പുഴ അല്ലേ എന്റെ ശശി? അത് മറ്റേ വള്ളത്തിൽ ചാടിയതല്ലേ? ഇത് കടലിന്റെ അടിയിലേക്ക് മുങ്ങാൻകുഴിയിട്ട് കടലിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ പോയില്ലേ? ആൻഡമാൻ. എന്താ ആൻഡമാൻ പ്രശ്നം? ആൻഡമാൻ ഇന്ത്യയുടെ മഹാസമുദ്രം
ചൈനയുടെ സൈനിക ആധിപത്യത്തിന്റെ കീഴിൽ, ചൈനയുടെ ആധിപത്യത്തിൽ, അധികാരത്തിൽ ഇന്ത്യയുടെ മഹാസമുദ്രം കീഴ്പ്പെടുന്ന സാഹചര്യം. ആരാ ചൈനക്കതിന് അനുമതി കൊടുത്തത്? ആരാ ചൈനക്കതിന് അവസരമുണ്ടാക്കി കൊടുത്തത്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ സ്ഥിരാംഗമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ട, ചൈനയ്ക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഒരു മകാനുണ്ട്. ഞങ്ങൾക്കിതൊന്നും വേണ്ട, ആ ചൈനക്കെങ്ങാനും അവര് ജീവിക്കാൻ വലിയ പാടുപെടുന്നതല്ലേ, അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഈ ഒരു മഹാനുണ്ടല്ലോ. ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ട് ഇന്ത്യയുടെ സമുദ്രമേഖലകൾ അസംഘടിതമായി ഇരിക്കാൻ, വികസിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതാർക്ക് വേണ്ടിയാ. ചൈനയ്ക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും അനുകൂലമായ നിലപാട് എടുത്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി മേഖലകൾ, സമുദ്രാതിർത്തികൾ അസംഘടിതമായി സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തി മേഖലയെ മാറ്റിയ കോൺഗ്രസുകാർ. നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ സമുദ്രാതിർത്തി മേഖല സുരക്ഷിതമാവണം. ആൻഡമാനിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും സൈനിക കേന്ദ്രവും നാവിക കേന്ദ്രവും അടങ്ങുന്ന ആൻഡമാനിന്റെ വികസനത്തിനുള്ള വലിയ പദ്ധതി തയ്യാറാക്കി. ആ വലിയ പദ്ധതി തയ്യാറാക്കിയപ്പോൾ ശ്രീമാൻ രാഹുൽ ഗാന്ധി അത് പരിസ്ഥിതിയെ നശിപ്പിക്കും. രാഹുൽ ഗാന്ധി, താങ്കൾക്ക് ശേഷം താങ്കളുടെ സഹോദരി പ്രിയപ്പെട്ട പ്രിയങ്കയും MP ആയിരിക്കുന്ന ഒരു മണ്ഡലമുണ്ട് കേരളത്തിൽ, വയനാട്ടിൽ കഴിഞ്ഞ മാസമാണ് വലിയൊരു ദുരന്തമുണ്ടായത്. തണൽ നിർമ്മിക്കുമ്പോ മണ്ണ് വീണ് 11ഓളം ആളുകൾ കൊല്ലപ്പെട്ട ദുരന്തം. വയനാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തകർക്കുന്ന തരത്തിൽ വയനാട്ടിൽ തുരങ്കപ്പാത ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധി താങ്കളൊന്നും മിണ്ടിയില്ലല്ലോ പരിസ്ഥിതി പ്രശ്നത്തിനെതിരെ. കർണാടകത്തിൽ 100 ഹെക്ടർ വനഭൂമി വെട്ടിമാറ്റിക്കൊണ്ട് വികസന പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ താങ്കളൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വനനശീകരണം വ്യാപകമായി നടക്കുമ്പോൾ, പരിസ്ഥിതി ആഘാത പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്തുമ്പോൾ താങ്കളൊന്നും മിണ്ടിയില്ലല്ലോ രാഹുൽ ഗാന്ധി. കേരളത്തിലെ ബജറ്റിൽ പ്ലാന്റേഷൻ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് വനമേഖലക്കടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുമ്പോൾ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, താങ്കൾ എന്തേ പഴം തിന്നിരിക്കുകയായിരുന്നോ? എന്റെ ആൻഡമാനിൽ മാത്രം താങ്കൾ പരിസ്ഥിതി വിഷയം പറഞ്ഞ് സമരവുമായി പോകുന്നു? കാരണം ആൻഡമാനിൽ തുറമുഖമുണ്ടായാൽ, അന്താരാഷ്ട്ര തുറമുഖമുണ്ടായാൽ, അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ടായാൽ, ആൻഡമാനിൽ ഒരു വലിയ നാവിക കേന്ദ്രം ഇന്ത്യയുടേതായിട്ടുണ്ടായാൽ അത് നശിപ്പിക്കുന്നത്, അതില്ലാതാക്കുന്നത്, അത് ഭീഷണിയാകുന്നത് ചൈനയുടെ നാവിക ഏകാധിപത്യത്തിനാണ്, നാവിക ആധിപത്യത്തെയാണ് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ചൈനയുടെ നാവിക ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇന്ത്യ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ആ നടപടിയെ പിന്തുണയ്ക്കുന്നതിന് പകരം ആ നടപടിക്ക് എതിരായ നിലപാട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചൈനയിൽ പോയല്ലോ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് സർ അവിടെ വെച്ച് നിങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു കരാർ ഒപ്പിട്ടിരുന്നല്ലോ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു കരാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോക ചരിത്രത്തിലാദ്യമാണ് ഒരു മന്ദബുദ്ധി നയിക്കുന്ന പാർട്ടി 12 വർഷമായി പ്രതിപക്ഷത്തു തന്നെ ഇരിക്കുന്നത്. ലോക ചരിത്രത്തിലാദ്യമായാണ് ഒരു മന്ദബുദ്ധിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുമായി കരാറിലേർപ്പെടുന്നത്. ശരിയാ, ഇന്ത്യയും ചൈനയും സർക്കാർ തലത്തിൽ ഉടമ്പടികൾ ഉണ്ടാക്കാം, കരാറിലേർപ്പെടാം. ഇന്ത്യയും അമേരിക്കയും സർക്കാർ തലത്തിൽ കരാറിലേർപ്പെടാം, ചർച്ചയുണ്ടാവാം. ഇന്ത്യയിലെ മറ്റേതൊരു രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളുമായി ചർച്ചയുണ്ടാവാറുണ്ട്, കരാറിലേർപ്പെടാറുണ്ട്. നരേന്ദ്രമോദി ഭരിച്ചപ്പോ യൂറോപ്യൻ യൂണിയനുമായി, ബ്രിട്ടനുമായി, അമേരിക്കയുമായി, ഇറ്റലിയുമായി, ഫ്രാൻസുമൊക്കെയായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടത് അങ്ങനെ.
സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതുവഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 0% ടാക്സ് ഏർപ്പെടുത്തുന്നതടക്കം ഇന്ത്യയിലെ മനുഷ്യ വിഭവ ശക്തിക്ക് തൊഴിൽ ലഭിക്കുന്നതടക്കമുള്ള ഇന്ത്യയുടെ ജനങ്ങൾക്ക് പ്രയോജനകരമായ കരാർ. പക്ഷെ കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള കരാർ എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിങ്ങള് മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന ബില്ല് പരസ്യമായി കീറിക്കളഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ആ കരാർ നിങ്ങൾ കീറിക്കളഞ്ഞിട്ടുണ്ടോ എന്നും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായ ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2014 തൊട്ടുള്ള നടപടികളിൽ കോൺഗ്രസിന്റെ നടപടി ഇന്ത്യ വിരുദ്ധ നിലപാടുകളായി മാറുന്നത്, ചൈനീസ് അനുകൂല നിലപാടുകളായി മാറുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ? ചൈന വലിയ ആനയെ, ബിഗ് എലഫന്റ്. ചൈന, ഇന്ത്യ ഒരു ചെറിയ കൊതുക. സ്വന്തം രാജ്യത്തെ കൊതുകായി കാണുന്നവൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യയെ എതിർക്കാൻ, ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്ന ചൈനയെ വലിയ ആനയായി കാണുന്നവൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ആ രാഹുൽ ഗാന്ധിയെ ഞാൻ അവസാനിപ്പിക്കുകയാ. ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നു. എന്ത് പറയാം? നമ്മൾ ഈ പണ്ടേ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് കുറ്റം പറയാവുള്ളൂ, മരിച്ചവരെ കുറ്റമുണ്ടെങ്കിലും നല്ലതാന്നേ പറയാവുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. MA ബേബിക്കൊക്കെ രാഹുൽ ഗാന്ധിയുടെ പുറകെ ആ പ്രിയങ്ക വന്നപ്പോ രാഹുൽ ഗാന്ധി, റഹിമേ, രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് ഇഴഞ്ഞു നിന്ന് റഹിം ഒരൊറ്റ തള്ള്. ഈ ചില ചായക്കടയില് ഈ ഭിക്ഷ എടുക്കാൻ ചെല്ലുമല്ലോ, കാപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ പഴയ കാലത്ത് ചായക്കട മുതലാളി ഈ ചൂടുവെള്ളം എടുത്ത് അയാളുടെ മുഖത്തേക്ക് ഒഴുക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി റഹീമിന്റെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒരൊറ്റ തള്ള്. പ്രിയങ്കയുടെ അടുത്ത് നിൽക്കാൻ നീ യോഗ്യനാണോ? പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് നിൽക്കാൻ പോലും നീ യോഗ്യനല്ല എന്ന് പറഞ്ഞ റഹീമിനെ തള്ളി മാറ്റിയത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർ ബംഗാളിൽ തള്ളലേറ്റു, ബംഗാളിൽ വന്നു. ഇപ്പോ ബംഗാളിൽ ഇന്ന് കൽക്കട്ടയിൽ സമരമാണ്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ, NDAക്കെതിരെ കൽക്കട്ടയിലെ ജനങ്ങൾ അടിച്ചോടിച്ചു കൽക്കട്ടയിലെ ജനങ്ങൾ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി താങ്കളോർത്തോളൂ, ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിനെ പിന്തുണയ്ക്കുന്ന, അതിന് നാവേറുപാടുന്ന രാഷ്ട്രീയ കക്ഷികളെയും സാംസ്കാരിക നായകന്മാരെയും നാലും കൂടിയ തെരുവിൽ നിർത്തി ജനകീയ വിചാരണ നടത്തി ചാട്ടവാറിന് അടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് കോൺഗ്രസുകാരൻ ഓർത്തുകൊള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ജനകീയ മുന്നേറ്റത്തിന്, ജനാധിപത്യ മുന്നേറ്റത്തിന്, വികസന മുന്നേറ്റത്തിന് നരേന്ദ്രമോദിക്ക് പിന്നിൽ ഐ ആം വിത്ത് മോഡി, ഞാൻ ഇന്ത്യയോടൊപ്പമാണ്, ഞാൻ മോഡിയോടൊപ്പമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഈ ഐക്യദാർഢ്യ റാലിക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമര ഭടന്മാർക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഈ റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വൈക്കത്തിന്റെ മുൻ MLA ശ്രീ അജിത്തിനെ ക്ഷണിച്ചുള്ളൂ. ഏറെ പ്രിയങ്കരനായ ഈ ഐക്യദാർഢ്യ സഭയുടെ അധ്യക്ഷൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ വെസ്റ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഏറെ പ്രിയപ്പെട്ട നിതിൻ ലാല്, ഈ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഭാരതത്തിന്റെ മുൻ ന്യൂനപക്ഷ മൃഗസംരക്ഷണ ഡയറി സഹമന്ത്രി പ്രിയങ്കരനായ കുര്യൻ ചേട്ടൻ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാരായണൻ നമ്പൂതിരികൾ, വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകർ, പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ ലോകാരാധ്യനായ നരേന്ദ്രമോദിയുടെ ഈ ഗവൺമെന്റിന് ഞാൻ എന്റെ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച നിരവധി ആൾക്കാർ ഈ അനുബോധ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും രാജ്യത്തെ പൌരന്മാർക്ക് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 19 അനുസരിച്ച് കൂട്ടം കൂടാനും അവർക്ക് ആശയവിനിമയം നടത്താനും അവർക്ക് പൊതുസ്ഥലങ്ങളിൽ സമ്മേളനം നടത്താനും ഒക്കെ ഉള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച ഗവൺമെന്റുകളുടെ കൂടിയാലോചനയുടെ ഭാഗമായി
ജന്തർ മന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് സമരം നടത്താനുള്ള അനുവാദം, ഒത്തുകൂടാനുള്ള അനുവാദം കൊടുക്കുക. തീർച്ചയായും ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെ പല ആൾക്കാരും അവിടെ പോയി പല കാലങ്ങളിൽ പല വിഷയങ്ങളിൽ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിൽ ഞാൻ ആ ഭരണസമിതിയിൽ ഉള്ള സമയത്ത് കേരളത്തിലേക്ക് ആവശ്യമായ അരി വിഹിതങ്ങൾ, കറണ്ട് മുതലായ കാര്യങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞ് അന്നത്തെ UPA ഗവൺമെന്റിനെതിരെ ഞങ്ങൾ സമരം ചെയ്യാൻ പോയി. ഞങ്ങൾ സമാധാനപരമായി ജന്തർ മന്ദറിൽ സഖാവ് VS നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെന്റ് സമരം ചെയ്യുകയുണ്ടായി. പക്ഷെ ഇവിടെ ഒരു ഭരണഘടനാ ലംഘനം നടന്നിരിക്കുകയാണ്. ഭരണഘടനയെ തൊട്ട് അധികാരത്തിൽ വന്ന നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട VD സതീശൻ ഭരണഘടനയിൽ അധികാരം വെക്കുമ്പോൾ മമതയും വിദ്വേഷമില്ല, ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ്, മമതയും വിദ്വേഷമില്ലാതെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും, ഐക്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി ഇവിടെ താമസ സ്ഥലവും ഇന്ത്യൻ പാർലമെന്റും നിരോധിത മേഖലകളാണ്. നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലണമെങ്കിൽ പ്രത്യേക അനുവാദം വാങ്ങിച്ച് അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം അനുവദിച്ചെങ്കിൽ മാത്രമേ എല്ലാം പറ്റുകയുള്ളൂ. ഭരണഘടനയുമായി അനുവാദം മേടിക്കാതെ അല്ലെങ്കിൽ ഭരണഘടനയുടെ തത്വത്തിൽ തൊട്ട് ഭരണ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിയും മറ്റ് MPമാരും ഇത് ഈ അനുവാദങ്ങളൊന്നും ഇല്ലാതെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അത് ഭരണഘടനാ ലംഘനം തന്നെയാണ്. തീർച്ചയായും ഗവൺമെന്റ് അത് പരിശോധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ സമരത്തിന്റെ കാതലായ പ്രശ്നങ്ങളെ കുറിച്ച്. ഈ സമരം എങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്, ഈ സമരത്തിന് എന്താണ്, ആരാണ് അതിന് പിന്നിലുള്ളത് എന്നതൊക്കെ. കോക്രോച്ച് ജനതാ പാർട്ടി, നമ്മളതിന് കേൾക്കാത്തൊരു പേരുണ്ട്. പാർട്ടിയുടെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നത്. ഇടത് വലത് പാർട്ടികളിൽ കമ്മ്യൂണിസ്റ്റ്, ജനതാ പാർട്ടികൾ, അങ്ങനെ ഒരുപാട് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടിയുടെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാകുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ പാർട്ടിയുടെ ഉൽപ്പന്നം എവിടെയാണ്, അവിടെയാണ് അവർ തുടക്കം കുറിക്കുന്നത്. ആരോ ഒരാൾ എവിടെ വരുന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ സമരത്തിന്റെ ഒരു പ്രത്യേകത, ഈ തിരുനക്കര മൈതാനം ഉൾപ്പെടെയുള്ള ഒരുവാരങ്ങളിലൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട്. രാത്രിയും പകലും ഒക്കെ, ഞാൻ രജനിയൊക്കെ വയ്ക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഒന്നാമത് LDF-ലുള്ള സമയത്ത് ഇവിടെ സമരം ഇരുന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ സമയത്തൊക്കെ DYFയും AIVF-ഉം അങ്ങനെ ഇടത് വലത് പക്ഷികളുടെ എല്ലാ യുവജന സംഘങ്ങളും സമരം ഇരുന്നിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും സുമാട്ടക്കാരോ സുഖിക്കാരോ കൊണ്ട് ഭക്ഷണം തന്നിട്ടുണ്ടോ? നമുക്ക് അവർ കൊണ്ടുവന്ന നൂഡിൽസോ അല്ലെങ്കിൽ ബർഗറോ അങ്ങനെ തന്നിട്ടുണ്ടോ? പരിശോധിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും രാജ്യവിരുദ്ധ ശക്തികൾ ഈ സമരത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണ സാധനങ്ങള് ആരോ എന്തോ എന്നറിയാതെ ഈ സമരമുഖങ്ങളിലേക്ക് എത്തപ്പെടുന്നു. ആ സമരക്കാർ തന്നെ പറയുന്നു, എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭക്ഷണങ്ങൾ കിട്ടുന്നു, ഇതാരാണ് തരുന്നതെന്ന് അറിയുന്നില്ല. എവിടെയാണ് ഇതിന്റെ ഫണ്ടിങ് നടന്നിരിക്കുന്നത്? എവിടെയാണ്? ഒരു കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതല്ലേ, വയനാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ പോയി. എന്തിനാ സമരത്തിന് പോയതെന്ന് പത്രക്കാർ ചോദിച്ചപ്പം അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിന്റെ ഭാഗത്ത്, അതിന്റെ തത്വത്തിൽ, മതത്തിന്റെ വിശ്വാസത്തിൽ പറയുന്നു, ലോകം അവസാനിക്കാൻ പോവുകയാണ്, അപ്പോ പാറ്റകൾ വന്ന് ലോകത്തെ അവസാനിപ്പിക്കാൻ വരും, ആ ലോകാവസാനത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നതെന്ന്. അവിടെ നടക്കുന്നത് നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ തോന്നുന്നു എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ എന്നുപേരെ പറയുന്ന, ഇവിടെ സൂചിപ്പിച്ചപ്പെട്ട കുട്ടികളോടൊപ്പം കുട്ടിയും കളിച്ചിരുന്ന 56കാരൻ ഉൾപ്പെടെ നടത്തിയ സമരമാണ്. ആ സമരത്തിലാണ് ഒരാൾ പറയുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് ലോകാവസാനത്തിന്റെ ഭാഗമാണ്. അവിടെ വന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും വിദ്യാർത്ഥികളല്ല. അവിടെ വന്ന ആൾക്കാർ മുഴുവൻ പെയ്ഡ് ആൾക്കാരായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പലരും വരുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്രം വരുമായിരുന്നു. വിദ്യാർത്ഥികളുടെ എണ്ണം അവിടെ നമ്മുടെ മീഡിയാസ് എടുത്ത ഒരു ഷോട്ടിലും വിദ്യാർത്ഥികളുടെ പങ്ക് വരുന്നില്ല. എല്ലാം എബോവ് 35-40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് അവിടെ വിദ്യാർത്ഥികൾ എന്ന പേരിൽ വരുന്നത്. ഞാൻ ഈ 2 ദിവസമായി കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാര് ഡൽഹിയിലേക്ക് സമരം ചെയ്യാൻ പോയിരുന്നു. വിദ്യാർത്ഥികളെന്ന് ഈ ഇടത് വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരാ. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം, ആ പോയ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിന്റെ മകനോ ഏതെങ്കിലും വിദ്യാർത്ഥിയായിട്ട് പോയിട്ടുണ്ടോ? അപ്പൊ നമുക്കറിയാം, പിണറായി വിജയനും മക്കളുണ്ട്. ഞങ്ങൾ ഉണ്ടായിരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വത്തിന് മക്കളുണ്ട്, MA ബേബിക്ക് മക്കളുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ നിരവധി ആൾക്കാരുടെ മക്കൾ വിദ്യാർത്ഥികളായിട്ടുണ്ട്, അവർ ചെറുമക്കൾ വിദ്യാർത്ഥികളുണ്ട്, അവരെല്ലാവരും ഉണ്ട്. പക്ഷെ പോയതെല്ലാം ആരാ പോയത്? അവിടെ പോയതെല്ലാം സാധാരണപ്പെട്ട കർഷക തൊഴിലാളികളുടെ, സാധാരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ, സാധാരണപ്പെട്ടവരുടെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ ചമ്മന്തി അയച്ചു കൂട്ടി കഴിച്ച് അവര് പട്ടിണി പിടിച്ച് ഒട്ടിയ വയറുമായി കടം മേടിച്ചും കങ്കാണിമാരുടെ പണം മേടിച്ചും
മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കാം എന്ന് ചെയ്യുന്ന അവരുടെ മക്കളെ പറഞ്ഞു വിട്ടേക്കുക ഡൽഹിയിലേക്ക് സമരത്തിന്. ആ സമരത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? ഇത് രാജ്യവിരുദ്ധ ശക്തികൾ കൂടിയാണ് സമരമല്ലേ? അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്നവരല്ലേ? അതിനെപ്പറ്റി ഗവൺമെന്റ് ഒരു പ്രത്യേക അന്വേഷണം നടത്തുന്നില്ലേ? അതിൽ ഈ പാവപ്പെട്ട കുട്ടികൾ അംഗങ്ങളാകും. ഞാൻ ഓർക്കുകയാണ് 2013 ഈ നിയമസഭയ്ക്കുള്ളിൽ ഞങ്ങളൊരു സമരം നടത്തി. ബഹുമാനീയനായ കെ എം മാണി ബഡ്ജറ്റ് ചോർത്തി കൊടുത്തു എന്നതായിരുന്നു സമരത്തിന്റെ കാര്യം. ഇടതുപക്ഷത്തിൽ ഞങ്ങൾ CPM CPI അന്ന് ഒരുമിച്ച് സമരം നടത്തി. ഒരു രാത്രി മുഴുവൻ നിയമസഭയ്ക്കകത്ത് കുത്തിയിരുന്ന് രാവിലെ സമരം ഉണ്ടാക്കി. അതിനകത്ത് 5-6 പ്രതികളിൽ ഒരു പ്രതിയാണ് ഞാനിപ്പം. പക്ഷെ ആ കേസ് കഴിഞ്ഞിട്ട് പിന്നെ ആരും ആ കേസിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ആരായിരുന്നു ഞങ്ങളുടെ മുഖ്യ ശത്രു? UDF-ലെ ധനകാര്യ ഉപമന്ത്രിയായിരുന്ന കെ എം മാണി ബഡ്ജറ്റ് ചോർത്തി കൊടുത്തു എന്നായിരുന്നു എന്റെ വിഷയം. ആ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കോലാഹലങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. പക്ഷേ ആ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ ചോദിച്ച ചോദ്യം അതായിരുന്നു, എന്തിനാണ് ആ സമരം നടത്തിയത്? ആർക്കു വേണ്ടിയിട്ടാണ് ആ സമരം നടത്തിയത്? കെ എം മാണിയെ എതിർക്കാനായിരുന്നെങ്കിൽ ഇന്ന് കെ എം മാണി എവിടെയാ നിൽക്കുന്നത്? LDF-ന്റെ പാളയത്തില്. ഇതുപോലൊരു സമരം നടത്തിയ സരിതയുടെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് തിരുവനന്തപുരം നഗരം മുഴുവൻ ഞങ്ങള് മൊത്തം ബ്ലോക്ക് ചെയ്ത് 1000-1000 ആൾക്കാർ അവിടെ കിടന്നുറങ്ങി. പിന്നെ ആ സമരത്തിന്റെ ഭാഗം പരിശോധിക്കുമ്പം ആ സമരത്തിന്റെ ഫലം എന്താണെന്ന് അറിയില്ല. അതുപോലെ ഒരു സമരമായി ഇന്ന് ഈ നീറ്റിനുമായി ബന്ധപ്പെട്ട് ലെജിൻ സൂചിപ്പിക്കുകയുണ്ടായി. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് മനസ്സിലാക്കിയത് ആരാ മനസ്സിലാക്കിയത്? ഗവൺമെന്റാണ് മനസ്സിലാക്കിയത്. ഗവൺമെന്റ് മനസ്സിലാക്കിയെങ്കിൽ ഗവൺമെന്റ് അടുത്ത നടപടി 7-ാം തീയതി തന്നെ എൻക്വയറി വെച്ചില്ലേ? നടപടിയായില്ലേ? ഇപ്പൊ 40 ആൾക്കാരെ അതുമായി ബന്ധപ്പെട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടില്ലേ? ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമാകാൻ ഇവിടുത്തെ എബ്രോഡിൽ പഠിപ്പിക്കാൻ പറ്റുന്ന കുറെ ഏജൻസികളുണ്ട്. അവരൊക്കെ ഇതിനകത്ത് പങ്കാളികളാണ്. കാരണം ഒരു MBBS അഡ്മിഷൻ ജോർദാനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എടുക്കുകയാണെങ്കിൽ മിനിമം 1 കോടി രൂപ അല്ലെ 1.5 കോടി രൂപ വേണം. ഇവിടെ ഗവൺമെന്റ് പരീക്ഷ പാസ്സായി വരുന്ന കുട്ടികൾക്ക് ഏതാണ്ട് ഫീസ് അടച്ചാൽ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പം ഇതിന്റെ ലാഭം കൊയ്യുന്ന കുറെ ആൾക്കാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ലോകത്തിന് വെളിയിൽ എവിടെയൊക്കെയോ കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഭാഗമാണ് ഈ ലോകാരാധ്യനായ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു അവകാശ പ്രചരണം ഉണ്ടായത്. ഇവിടെ ഒരു വിഷയം സൂചിപ്പിക്കാനായിരിക്കും. നമുക്ക് ഏതാണ്ട് 15ഓളം പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലായി ഭരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലോകം ശ്രദ്ധിക്കപ്പെട്ട 2 പേര്, ഒന്ന് ജവഹർലാൽ നെഹ്റുവും ഒന്ന് ഇന്ദിരാഗാന്ധിയും. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ആരെയും ലോകത്ത് ഒരു ഭരണാധികാരിയോടൊപ്പം ലോകം ആകർഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ലോകാരാധ്യനായ നരേന്ദ്രമോദിയുടെ അവസ്ഥയും എന്താണ്? ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരാളാണ്. ഏതാണ്ട് 90 കോടിയിലധികം ആൾക്കാരുടെ ജനപിന്തുണയുണ്ട് ബഹുമാനിയായ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക്. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്കും കിട്ടാത്ത അംഗീകാരമാണ് ഇന്ന് നരേന്ദ്രമോദിക്ക് ലഭ്യമാകുന്നത്. ലോകത്തെ ഏത് വേദി ചെന്നാലും നേരത്തെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാർ പോയിരുന്ന സദസ്സിലിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രി സ്റ്റേജിലിരുന്ന് ആ സമ്മേളനങ്ങളെ, ആ സെമിനാറുകളെ നിയന്ത്രിക്കുന്ന പ്രധാന മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം ലോകത്തിന് മാതൃകയായി വരാൻ പോകുന്ന തരത്തിലുള്ള സാമ്പത്തിക ശക്തിയായി വന്നിട്ടുണ്ട്. അതിലും അസൂയ ആൾക്കാരുണ്ട്. തീർച്ചയായും ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചാണ് ഇന്ത്യ വിരുദ്ധ ശക്തിയായി മാറിയിരിക്കുന്നത്. ഒരു കാര്യം ഈ സമരത്തിന് പോയവർ മറന്നുപോയതാണ്. പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞെന്താ? നിങ്ങൾ ആക്രമിക്കാൻ ചിന്തിക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ചിന്തകളിൽ അത് ഉദിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭസ്മമായി പോകും എന്നാണ് പറഞ്ഞത്. ആ പ്രധാനമന്ത്രിയുടെ വോയിസാണ് ഡൽഹിയിലുള്ളതെന്ന് അറിയാതെയാണ് ഇവിടുത്തെ സമരക്കാർ അവിടെ ചെന്നുപെട്ടത്. അവരും മനുഷ്യരാണ്. അവരെ തല്ലിയാൽ ഒരുപക്ഷെ അവര് ചിലപ്പോൾ തിരിച്ചു തല്ലി കാണും. അത് സ്വാഭാവികമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഗവൺമെന്റ് കണ്ടെത്തും. അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്ന തരത്തിലേക്ക് വരുന്ന ഏത് ഉദ്യോഗസ്ഥനെയും 10 വർഷക്കാലം തടവിലിടാനും 10 കോടി രൂപ ശിക്ഷിക്കാനുമുള്ള നിയമം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രക്രിയ ഇതോടെ അവസാനിക്കുകയാണ്. ലോകത്തിന് ഇതൊരു മാതൃകയാണ്. ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ ഐക്യദാർഢ്യ റാലിക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ലാൽകൃഷ്ണേഷ്. ഈ ഐക്യദാർഢ്യ റാലിയിലെ അധ്യക്ഷപദം അലങ്കരിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീ ലിജിൻലാൽ അവറുകൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച പാർട്ടിയുടെ മുൻ കേന്ദ്രമന്ത്രി
ശ്രീ ജോർജിയന് കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വിഷയത്തിൽ വളരെ രസകരമായ രീതിയിൽ നമ്മളോട് സംവദിച്ച പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അവർക്ക് കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മറ്റ് വേദിയിലും സദസ്സിലും എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാര്, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ജനപ്രതിനിധികൾ, ഇവിടുത്തെ കോട്ടയത്തെ മുഴുവൻ പൌരാവലിക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനം ഇവിടെ അവസാനിച്ചിരിക്കും.